ഹായ് ഗായ്സ്, അപ്പോൾ അതേ ഞാൻ ഇന്ന് തിരിച്ച് എറണാകുളത്തേക്ക് പോവാം കേട്ടോ. ഞാൻ നേരെ പോകുന്നത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ റൂമിലേക്കാണ്. അപ്പോൾ അവിടെ എൻ്റെ വേറൊരു ഫ്രണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ 3 പേര് ഒരുമിച്ച് ഒരു 2 ദിവസം സ്റ്റേ ചെയ്യാന്നുള്ള ഇതിലാണ് വന്നത്. അങ്ങനെ വന്നപ്പോൾ തന്നെ എനിക്ക് നല്ല വിശപ്പിൻ്റെ വിളി വന്ന കാരണം ഞാൻ നേരെ പോയി ഫുഡ് കഴിച്ചു. ഞാൻ പൊതിച്ചോറ് കൊണ്ടുവന്നുണ്ടായി, അത് കഴിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഒരാൾ വന്നപ്പോൾ ബിരിയാണിയും കൊണ്ടാണ് വന്നത്. അപ്പോൾ അതൊക്കെ കഴിച്ചു. ഞങ്ങൾ ഒരു വൈകുന്നേരം ആയപ്പോഴാണ് ഇറങ്ങിയത്. ബിരിയാണി കഴിച്ച് നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ഒന്ന് ഇറങ്ങി. അങ്ങനെ നടന്ന് നേരെ നമ്മൾ കൊറിയർ ഓഫീസിലേക്കാണ് വന്നത്. ഒരുത്തിയുടെ വാച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിട്ട് നോക്കിയപ്പോഴാണെങ്കിൽ അതും ഭയങ്കര ലൂസായിരുന്നു. അതിൻ്റെ സ്ട്രാപ്പൊക്കെ കട്ട് ചെയ്തിട്ടാണ് ഇനി ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് നടന്നപ്പോഴേക്കും ഞങ്ങൾക്ക് 3 ആൾക്ക് നല്ല വിശപ്പായി. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അവിടെ കയറിയിട്ട് ഫുഡ് കഴിക്കാമെന്ന്. അവിടെ എടുത്ത് കണ്ടത് ബിലാൽ കഫേ ആയിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ തന്നെ ഫുഡ് കഴിക്കാൻ കയറി. അങ്ങനെ അവിടെ നമ്മൾ ഓർഡർ ചെയ്തത് പൊറോട്ടയും ചിക്കൻ ഫ്രൈ ആയിരുന്നു. പക്ഷെ നമുക്ക് അവർ തന്നത് പൊറോട്ടയും ചിക്കൻ റോസ്റ്റ് ആയിരുന്നു. അപ്പം തന്നെ നമ്മൾ കാര്യം പറഞ്ഞു, നമ്മൾ ചിക്കൻ ഫ്രൈയാണ് പറഞ്ഞിരുന്നു. പക്ഷെ ആ വെയിറ്റർ പറഞ്ഞു അല്ല, ഇതാണ് ചിക്കൻ ഫ്രൈ, ഇതാണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളെന്തോ ചിക്കൻ ഫ്രൈ മുമ്പ് കഴിക്കാത്ത പോലെയാണ് ആൾ പറഞ്ഞത്. പിന്നെ ഞങ്ങൾ വിചാരിച്ചു ചിക്കൻ ഫ്രൈ കഴിഞ്ഞിട്ടാണോ ഇത് തന്നതെന്ന് വിചാരിച്ചു. വേറെ ഒരു ഇഷ്യൂ വേണ്ട, നമുക്ക് നല്ല വിശപ്പും കാര്യങ്ങളും ഉണ്ടായിരുന്നു. കഴിച്ചപ്പോഴാണെങ്കിൽ അത് അട്ടർ ഫ്ലോപ്പായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു ഉപ്പ് സോഡയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഫുള്ള് കഴിച്ചിട്ട് വായ വെക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എന്നിട്ട് നമുക്ക് മാറ്റി തരുന്ന കാര്യങ്ങളാണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബില്ല് കൊടുക്കാൻ നിൽക്കുമ്പോഴാണ് അവിടെ ചിക്കൻ ഫ്രൈ ഉള്ളത് കണ്ടത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് അവരോടൊന്ന് പറഞ്ഞു, നമുക്കിങ്ങനെ ഫുഡ് മാറ്റിയാണ് തന്നത് കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ അവിടുത്തെ ഓണർ പ്രോപ്പറായിട്ടുള്ള നമുക്ക് മറുപടി പോലും തന്നില്ല. നിങ്ങൾ ഫുഡ് കഴിച്ചില്ല, പിന്നെ എന്തിനാ ഇത് പറയുന്നതെന്നുള്ളൊരു രീതിയിലായിരുന്നു. നമ്മളൊരു കംപ്ലയിൻ്റാണ് പറഞ്ഞത്. കാരണം ഇനി അവരത് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു കംപ്ലയിൻറ്റ് പോലെ പറഞ്ഞത്. പക്ഷെ അത് അവർ വകവെക്കാതെ, എന്തോ നമ്മൾ 3 ഗേൾസ് പറഞ്ഞുകൊണ്ടാണോ എന്നറിയില്ല, ഒരു വകവെക്കാതെയാണ് നമ്മൾ സംസാരിച്ചത്. നമുക്ക് റീഫണ്ട് തരണമെന്ന് അങ്ങനെയൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. നമ്മൾ ജസ്റ്റ് ഒരു കംപ്ലയിൻ്റാണ് പറഞ്ഞത്. പക്ഷെ അത് നമ്മൾ കുറ്റക്കാരെന്നുള്ള രീതിയിലാണ് അവർ സംസാരിക്കാൻ കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഒരു ബാഡ് എക്സ്പീരിയൻസ് ആണ്. ഇനി ഒരിക്കലും നമ്മൾ ആ ഒരു കടയിൽ കയറത്തില്ല, നമ്മൾ ഒരാളെ റെക്കമെൻഡും ചെയ്യില്ല. അത്രയും വേസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഞങ്ങൾക്ക് ഉണ്ടായത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും എക്സ്പീരിയൻസ് കാര്യങ്ങൾ ആ കടയിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യൂ കേട്ടോ.